ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. എബ്രായർ 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്ക് ഇന്നുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനായ ക്രിസ്തു. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ബലഹീനതയിൽ കൂടി കടന്നു പോകാം. എന്നാൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനായി ക്രിസ്തു നമുക്ക് വേണ്ടി ആ പിതാവിനോട് പക്ഷവാദം ചെയ്യുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ പിതാവ് ആരിലും വലിയവനാകുന്നു. അപ്പോൾ ആരിലും വലിയവനായി പിതാവായ ദൈവം എന്ന് പറയുന്നത് സർവത്തിന്റെയും അധിപനാണ്. അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവമാണ് ആ പിതാവായ ദൈവം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയ്ക്ക് സദൃശനാറേ, യഹോവയല്ലാതെ ആരുള്ളൂ ദൈവം. കാരണം യഹോവയായ പിതാവ് എന്ന് പറയുന്നത് അത്യുന്നതനാണ്. പുതിയ നിയമത്തിൽ യഹോവ എന്നല്ല നാം വിളിക്കുന്ന പിതാവ് എന്നാണ്, സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവ് എന്ന് പറയുന്നത് നമ്മുടെ സർവത്തിന്റെയും രക്ഷകൻ തന്നെയാണ്. അപ്പോൾ ആ പിതാവ് തന്നെയാണ് പുത്രൻ വസിക്കുന്നത്. അതുകൊണ്ട് ആ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നത് നമ്മളുടെ രക്ഷകനാണ്. യേശു പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിലിരിക്കുന്നത് പിതാവായ ദൈവം തന്നെയാണ്. ആ പിതാവ് നമുക്ക് വേണ്ടി ക്ഷമിക്കുന്നവനാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, രക്തം ചീന്തി. ആ രക്തം എന്ന് പറയുന്നത് പാപത്തിന് പരിഹാരമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ആ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത് കൊണ്ട് ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മളുടെ ബലഹീനതകളിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ സഹതാപം കാണിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ക്രിസ്തു. ആ ക്രിസ്തു പാപമൊഴികെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടതാണ്, നമ്മെ പോലെ തന്നെ. നമുക്കറിയാം, ക്രിസ്തു പരീക്ഷിക്കപ്പെട്ട പല ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു 40 പകലും രാവും ഉപവസിച്ചു കഴിഞ്ഞ് സാത്താൻ അടുത്ത് വന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി മാറുക. അതുപോലെ ദേവാലയത്തിന്റെ അഗ്രത്തിൽ യേശുവിനെ നിർത്തിയിട്ട് പിശാച് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക. അതുപോലെ തന്നെ അവൻ സകല രാജ്യങ്ങളും കാണിച്ചിട്ട് യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ നമസ്കരിച്ചാൽ ഇത് നിനക്ക് തരാം. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ. കല്ലപ്പമാവാൻ പറഞ്ഞപ്പോൾ അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ കർത്താവ് പറയുന്ന കാര്യമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവത്തെ പരീക്ഷിക്കരുതെന്നാണ് കർത്താവ് പറയുന്നത്. ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ യേശു അതിന് തക്ക മറുപടി കൊടുക്കുന്നത്, ദൈവത്തെ പരീക്ഷിക്കരുത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, കർത്താവായ യേശു ക്രിസ്തു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിന് അവിടെ വിജയമുണ്ട്. അപ്പോൾ നാമും ഇപ്പോൾ ഒരുപക്ഷെ പരീക്ഷിക്കപ്പെടാം. നമ്മുടെ പരീക്ഷണങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ തോറ്റു എന്ന് വരാം, ജയിച്ചു എന്ന് വരാം. നമ്മുടെ ബലഹീനതയിൽ കാരണം ചിലപ്പോൾ നമ്മൾ പരീക്ഷണങ്ങളിൽ തോറ്റു എന്ന് പറയാം. പക്ഷെങ്കിൽ നമ്മളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനായ ക്രിസ്തുവാണ് നമുക്കുള്ളത്. ആ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ തന്നെയാണ്. തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനാണ് ആ ക്രിസ്തു എന്ന് പറയുന്നത്. അത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമുക്കറിയാം, പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലെ കൃപാസനത്തിൽ ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഒക്കെ ഇറങ്ങി വന്ന് വസിക്കുന്ന സ്ഥലമാണ്. അവിടെ ആ കൃപാസനത്തിന് തുല്യമായി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ദൈവസന്നിധി കടന്നു വരാം. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ആ കൃപാസനത്തിലേക്ക്
നമ്മൾ കടന്നു വരുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ആ കർത്താവായ യേശു ക്രിസ്തു ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നവനാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. നമ്മളുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നവനാണ് കർത്താവായ യേശു എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനെ വിധിപ്പാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, അവന്റെ ബലഹീനതകളിൽ തുണ നിൽക്കുവാനും അവന് വേണ്ടി സഹതാപം കാണിക്കുവാനാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നതും ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതുമെല്ലാം. ഇവിടെ നമുക്ക് മനസ്സിലാകാതെ യേശു എന്ന് പറയുന്നത് ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനാണ്. കർത്താവ് പറയും, ഞാൻ ലോകത്തെ വിധിപ്പാനല്ല, ഞാൻ ലോകത്തെ രക്ഷിപ്പാനാകുന്നു വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശു ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നവനാണെന്നുള്ള വ്യക്തമായ കാര്യം കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വചനത്തിലെ ഒരു സ്ഥലം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അല്ലെ വചനത്തിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് പാപിനിയായ ഒരു സ്ത്രീ, അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചില പരീശന്മാരും മനുഷ്യരും കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമത് ഇവളെ കല്ലെറിയട്ടെ. അവർക്ക് ആർക്കും അവിടെ നിൽപ്പാൻ കഴിഞ്ഞില്ല, അവരെല്ലാം അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അവളുടെ ബലഹീനതയിൽ അവൾക്ക് വേണ്ടി സഹതാപം കാണിച്ച ക്രിസ്തുവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അവളെ വിധിച്ചില്ല. ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് ബലഹീനതയിൽ നമ്മൾ ഒരുപക്ഷെ തെറ്റിപ്പോയെങ്കിൽ നമ്മളെ വിധിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മൾ ആ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മളോട് ക്ഷമിച്ച് നമ്മളുടെ ബലഹീനതകളിൽ തുടർനിൽക്കുന്ന ക്രിസ്തുവിനെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്ന് ഏതെങ്കിലും ഒരു മേഖലയിൽ ബലഹീനപ്പെട്ട് നമ്മൾ തെറ്റിപ്പോയവരാണോ? ഇന്ന് നമുക്ക് ആ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കടന്നു വരാം. ആ യേശുവിന്റെ രക്തത്തിലൂടെ, ആ യേശു എന്ന മധ്യസ്ഥനിലൂടെ, ആ യേശു എന്ന വഴിയിലൂടെ ആ പിതാവിലേക്ക് നമ്മൾ അടുത്തു ചെന്ന് നമുക്ക് നമ്മളുടെ തെറ്റുകളെ കർത്താവിലൂടെ ക്ഷമിക്കുവാൻ സാധിക്കും. ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന ക്രിസ്തുവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പാപിനിയായ സ്ത്രീയെ യേശു വിധിച്ചില്ല, അവളുടെ ബലഹീനതയിൽ അവളോട് സഹതാപം കാണിച്ചു. ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി എപ്പോഴും പക്ഷപാതം ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദാവീദിന്റെ ജീവിതം പഠിക്കുമ്പോൾ ദാവീദ് വേറൊരു വ്യക്തിയുടെ ഭാര്യ എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഒരു ശതാധിപന്റെ ഭാര്യ എന്ന് പറയുന്നത് ബത്ശേബയാണോ? അപ്പോൾ ദാവീദ് തെറ്റായ ഒരു രീതിയിൽ ബത്ശേബയെ ഭാര്യയായിട്ട് എടുക്കുകയും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഈ ശതാധിപൻ യുദ്ധത്തിന് പോയി അങ്ങനെ ചതിക്കപ്പെട്ട് മരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ദാവീദ് വേറൊരു വ്യക്തിയുടെ ഭാര്യ എടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിനകത്ത് ദാവീദിലും ബലഹീനപ്പെട്ട് ഒരു തെറ്റിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ തെറ്റ് പിന്നീട് ഒരു സമയത്ത് ദാവീദിന് അത് മനസ്സിലാക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവനെ വിധിക്കാതെ അവന്റെ തെറ്റി ക്ഷമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നാഥൻ പ്രവാചകനിലൂടെ ദാവീദിനോട് ദൈവം സംസാരിക്കുമ്പോൾ തന്റെ തെറ്റു മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവം ഒരുപക്ഷെങ്കിൽ ദാവീദിനെ എടുക്കാമായിരുന്നു ഈ ഭൂമിയിൽ നിന്ന് തന്നെ, പക്ഷേ അവൻ അനുദപിച്ചപ്പോൾ അവന്റെ ബലഹീനതയിൽ സഹതാപം കാണിച്ച ദൈവത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ ചിന്തയെന്ന് പറയുന്നത്, ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു എന്ന് പറയുന്നത് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ പിതാവായ ദൈവത്തിന്റെ
വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി നമ്മളുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നവനാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ആ കൃപാസനത്തിലേക്ക് നമ്മൾ അടുത്തു ചെന്ന് നമുക്ക് എപ്പോൾ വേണേലും പാപ പരിഹാരം മേടിക്കുവാൻ സാധിക്കും. അവന്റെ രക്തം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ചീന്തി, ആ രക്തം നമ്മളുടെ പാപത്തിന് പരിഹാരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്നും തെറ്റിലേക്ക് പോകണമെന്നല്ല. മനുഷ്യന്റെ ജീവിതം ഒരുപക്ഷെ ഇടറിപ്പോയേക്കാം. ഇവിടെ യേശു ആ പാപിനിയായ സ്ത്രീയെ വിധിക്കുന്നില്ല. ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന ക്രിസ്തുവിനെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ആ ക്രിസ്തുവിൽ ഇരിക്കുന്നത് പിതാവായ ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ ദൈവമാണ്. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിലും ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ദൈവം ദാവീദിനെ വിധിച്ച് കൊന്നില്ല, അല്ലെങ്കിൽ അവനെ ഭൂമിയിൽ നിന്ന് എടുത്തില്ല. ദൈവം അവനോട് ക്ഷമിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഇവിടെയെല്ലാം നമ്മളുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന ക്രിസ്തു. അതുകൊണ്ട് ഈ വചനം പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടിരിക്കുന്നതാണ്. ഈ വചനത്തിന്റെ ആന്തരിക സത്യം എന്ന് പറയുന്നത് ഇതാണ്: മനുഷ്യൻ എന്ന് പറയുന്നത് പൂർണ്ണനല്ല. അവന്റെ ജീവിതം പല സമയങ്ങളിൽ ബലഹീനതയിലൂടെ കടന്നുപോയേക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് സഹതാപം കാണിക്കുന്നവനാണ്. ആ കർത്താവിനെ നാം സ്വീകരിച്ച്, സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, ആ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് നമുക്ക് ഒരു വലിയ പ്രവേശനം, അതിലൂടെ നിത്യജീവനെ നമുക്ക് നേടുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.